മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുടിച്ച് ലക്ക് കേട്ട് വരുന്ന മേഘനാഥൻ തൻ്റെ കൺമുന്നിൽ നേരിട്ട് കണ്ടതാണ് കണ്ണനും മഹാലക്ഷ്മിയും, അതുപോലെ തന്നെ അനന്തവും ലേഖയും. അങ്ങനെ 4 പേര് നടന്നു വരുന്നത് കണ്ടുവെങ്കിലും കുടിച്ച് ലക്ക് കേട്ട് അതുപോലെ ഒരു കഞ്ചാവ് സിഗരറ്റ് വലിച്ചു. അതുകൊണ്ട് തന്നെ താൻ നേരിട്ട് കണ്ടത് സത്യമാണോ മിഥ്യയാണോ എന്നറിയാൻ മേലാതെ പകച്ചു നിൽക്കുന്ന മേഘനെയാണ് കാണുന്നത്. കണ്ണ് തിരുമ്മി നോക്കുന്നു, എങ്കിലും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ആദ്യം നമ്മുടെ മേഘനെ കണ്ട് കണ്ണനും മഹാലക്ഷ്മി ഒന്ന് ഭയപ്പെടുന്നുവെങ്കിലും അവൻ കുടിച്ച് ലക്ക് ഇട്ട് വയ്ക്കുക, അതുകൊണ്ട് പേടിക്കേണ്ടെന്ന് അനന്തു പറയുന്നതിന് ശേഷം അവരെല്ലാവരും അവിടുന്ന് മുങ്ങുന്നുണ്ട്. വഴിയിൽ ആരെ കണ്ടാലും വഴക്ക് കൂടി നടക്കുവാണ് നമ്മുടെ മേഘൻ. മലയ്ക്ക് പോയ കണ്ണനും മാർക്കോയും ലോപ്പസും സാഗറും എല്ലാം ജീവനോടെ തിരികെ വന്ന വാർത്ത അറിഞ്ഞതിന് ശേഷം എന്തായാലും മാർക്കോയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് മേഘൻ വന്നിരിക്കുന്നത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പിന്നാലെ തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അറിയാതെ അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പരിചയമുള്ളവരാരും ഇവിടെയെങ്ങും ഇല്ലല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഇത്രയും ദിവസം. മേഘൻ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി അധിക ദിവസം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ പോകാമെന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാകാനാ, നമ്മൾ വന്നിട്ട് 3-4 ദിവസം ആകുന്നതല്ലേ ഉള്ളൂ, നമ്മുടെ പ്ലാൻ പ്രകാരം ഇനിയും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അനന്തു പറയുന്നു, മഹാലക്ഷ്മി പറഞ്ഞതിലും കാര്യമുണ്ട് കണ്ണ. ഇതിനിടയ്ക്ക് പ്രതാപൻ ഉറക്കത്തിൽ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷത്തോടെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നത് കണ്ടാണ് എണീക്കുന്നത്. ഇനി കണ്ണന് കാലിന് സ്വാധീനം കാണാൻ കിട്ടിക്കാണോ? കണ്ണൻ ഒരിക്കൽ കൊക്കയിൽ വീഴുന്നത് പോലെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ്. മലയ്ക്ക് പോയ അവൻ കൊക്കയിലും കാണാൻ വീണ് ഇനി കാലിന് സ്വാധീനം കാണാൻ കിട്ടിക്കാണോ? അങ്ങനെ 100 കൂട്ടം സംശയം. അത് കാരണം കിടന്നിട്ട് ഉറക്കം വരാതെ പ്രതാപൻ പുറത്തേക്ക് വരുമ്പം തൻ്റെ മകൾ ഉറക്കമില്ലാതെ അവിടെ വിഷമിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് വന്ന് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു. അതായത് കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷത്തോടെ കാറിൽ ചെയ്ത് പോകുന്നത് കണ്ടു. കാറ് ഡ്രൈവ് ചെയ്തത് ആരാണെന്നറിയാമോ? കണ്ണനാ. ഇനി അവന് കാലിന് സ്വാധീനം കാണാൻ കിട്ടിക്കാണോ മോളെ? ഇനി കാലിന് സ്വാധീനം കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, കെട്ടിത്തൂങ്ങി ചാവുന്നതായിരിക്കും നല്ലത്. അല്ലേ തന്നെ എനിക്കെന്ത് നേട്ടാ ഈ വിവാഹത്തിന് ശേഷം ഉണ്ടായത്? മഹാലക്ഷ്മി ഇപ്പം വെറും മഹാലക്ഷ്മി അല്ല, മഹാഭാഗ്യലക്ഷ്മിയാ. ഒരിക്കലും അവൾക്കൊരു ദാമ്പത്യ ജീവിതവും ഒരു കുഞ്ഞിനമ്മയാകാൻ സാധിക്കില്ല എന്നുള്ളൊരു സന്തോഷം മാത്രമേ ഇത്രയും നാളുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കാണിച്ച് അവളെ ഒന്ന് ചൊടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതം ഏകദേശം അവളെപ്പോലെയായി. അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ട് തിരിച്ചടി മുഴുവനും നമ്മളല്ലേ ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ പ്രതാപൻ പറയുന്നു, മോൾ എന്തായാലും വിഷമിക്കേണ്ട. അങ്ങനെ അവൻ നടക്കാൻ തുടങ്ങിയാലും സന്തോഷത്തോടെ ജീവിക്കാൻ ഈ അച്ഛൻ അനുവദിക്കില്ല. ഇത് എത്രാമത്തെ തവണയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നാണമില്ലേ അച്ഛൻ ഇനി എന്നോട് ഇങ്ങനെ പറയാൻ? ഉണ്ണിയേട്ടൻ്റെ അമ്മ ഇന്നും കൂടി വിളിച്ചതേ ഉള്ളൂ, ഞാൻ എപ്പോഴാണ് ചെല്ലുന്നതെന്ന് അറിയാൻ. മോൾ എന്ത് മറുപടി പറഞ്ഞു? ഞാനിനി അങ്ങോട്ടേക്കില്ലെന്ന് പറഞ്ഞു. എന്തിനാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്? അയാളും അവളും കൂടി എന്നെ കാണിക്കാൻ വേണ്ടി ആഡംബര ജീവിതം നയിക്കുന്നത് കണ്ട് സങ്കടപ്പെടാനോ? എന്നെ അതിന് കിട്ടില്ല. എന്നാലും മോളുടെ ദാസിയായിട്ട് കിടന്ന അവൾക്ക് ഇങ്ങനൊരു ജീവിതം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചില്ലല്ലോ മോളെ. എങ്ങനെയാ എല്ലാവരും കൂടി നമ്മളെ ചതിച്ചതാ അച്ഛാന്നൊക്കെ പറഞ്ഞ് അവളും വിഷമിക്കുന്നു. അതേസമയം ഹോട്ടലിലെത്തിയ കണ്ണനെയും മഹാലക്ഷ്മിയെയും ഞെട്ടിച്ചുകൊണ്ട് അതേ ഹോട്ടലിലേക്ക് തന്നെ മേഘനും കയറി വരുന്നത് കണ്ട് അവിടുന്നും മേഘൻ്റെ കണ്ണിൽ പെടാതെ കണ്ണനും മഹാലക്ഷ്മിയും മുങ്ങുന്നു. അതേസമയം റിസപ്ഷനിലെ ജോലിക്കാരുമായിട്ട് ലക്ക് കെട്ടി വരുന്ന മേഘനാണെങ്കിൽ ഉടക്കുന്നുണ്ട്. അപ്പം അയാൾ ഡ്രൈവ് ചെയ്ത് വരുന്നതിനെ പറ്റിയോ കാറ് പാർക്ക് ചെയ്യുന്നതിനെ പറ്റിയും കണ്ട് അവർ ചോദിക്കുമ്പോഴാണ് മേഘൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നത്. എല്ലായിടും എനിക്ക് ശത്രുക്കളാണ്, ഇവിടെ എനിക്ക് ശത്രുക്കളുണ്ട്, നിൻ്റെയൊക്കെ മണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറയുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് അയാൾ പറയുന്നു. എന്തായാലും നിൻ്റെ മണ്ട അടിച്ച് പൊട്ടിച്ചിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് മേഘൻ തറപ്പിച്ച് പറഞ്ഞ് അയാളെ ചൊടിപ്പിക്കുന്നുണ്ട്. എല്ലായിടം ശത്രുക്കളാണല്ലോ എനിക്ക്, കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയും ലോപ്പസും അനന്തവും എന്ന് വേണ്ട, എവിടെ തിരിഞ്ഞാലും ശത്രുവാ. കെട്ടിയ പെണ്ണ് പോലും എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ എന്നൊക്കെ വിഷമപ്പെട്ട് ഓരോ പിച്ചും പേയും പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കണ്ണനും മഹാലക്ഷ്മിയും റൂമിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ പോക്കറ്റിൽ കൈയിട്ട് നോക്കുമ്പം റൂമിൻ്റെ ചാവി കാണുന്നില്ല. അങ്ങനെ കണ്ണൻ പറയുന്നു, റൂമിൻ്റെ ചാവി കാണുന്നില്ലല്ലോ മഹി. എന്താ കണ്ണേട്ടാ, ദോ വരുന്നു ആ മേഘൻ, എത്രയും പെട്ടെന്ന് ശരിക്കും നോക്ക്, പോക്കറ്റിലും കാണും. അങ്ങനെ റൂമിൻ്റെ ചാവി കിട്ടുന്ന അതേ സമയം തന്നെ മേഘൻ അങ്ങോട്ടേക്ക് വരുന്നു. കണ്ണനും മഹാലക്ഷ്മിയും അവൻ്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങി നിൽക്കുന്നു. എങ്കിലും മേഘൻ എന്തൊക്കെയോ സംശയം തോന്നുന്നു. എങ്കിലും വെളിവില്ലാത്തത് കൊണ്ട് താൻ കാണുന്നതെല്ലാം തോന്നലാണെന്ന് മേഘൻ്റെ ഉള്ളിൽ തോന്നിക്കുകയും ചെയ്യുന്നു. അങ്ങനെ റൂമിൻ്റെ ചാവി കിട്ടി എത്രയും പെട്ടെന്ന് തുറന്ന് ഡോർ അടയ്ക്കുന്ന സമയത്ത് കൃത്യം മേഘൻ അങ്ങോട്ട് എത്തുന്നുണ്ട്.
അങ്ങനെ മേഘൻ്റെ കണ്ണു വെട്ടിച്ച് ഇപ്പോഴും അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയെങ്കിലും ഇനി അധിക നേരം ഇവിടെ നിൽക്കുന്നത് അബദ്ധമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. എന്നാൽ പിറ്റേ ദിവസം ബോധം വരുന്ന മേഘനാണെങ്കിൽ ഒരു കാര്യത്തിൽ സംശയം തോന്നുന്നു. അതായത് താൻ താമസിക്കുന്ന അതേ ഹോട്ടലിലാണോ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയും ട്രിപ്പിന് വന്നിരിക്കുന്നത്? താൻ ഇന്നലെ കണ്ടത് ലെക്ക് കെട്ടേൻ്റെ തോന്നലായിരുന്നോ അതോ ശരിക്കും കണ്ണൻ ഇനി നടക്കാൻ തുടങ്ങിയോ? അങ്ങനെ സംശയം തോന്നിയ മേഘനാണെങ്കിൽ കള്ള് കുടിക്കുന്നത് പോലെ ആക്ട് ചെയ്ത് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കള്ളക്കളികൾ കണ്ടുപിടിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ആ ഒരു നിമിഷമാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും നടക്കുന്നത് കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം. എന്തായാലും ഇനി അധികം താമസിക്കാതെ കണ്ണനും മഹാലക്ഷ്മിയും നാട്ടിലേക്ക് തിരിക്കും മേഘൻ്റെ ശല്യം കാരണം.